അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സാ ചെലവുകൾക്ക് ഒരു അപകടത്തിൽ ആകെ 30 ലക്ഷം രൂപ വരെ. എന്നാൽ നമസ്കാരം, ഇന്ന് LPG ഉപയോഗിക്കാത്ത വീടുകളില്ല എന്ന് തന്നെ പറയാം. എല്ലാ മാസവും ഗ്യാസ് തീരുമ്പോൾ ഏജൻസിയെ വിളിക്കുക, ബുക്ക് ചെയ്യുക, ഡെലിവറിക്കായി കാത്തിരിക്കുക. വർഷങ്ങളായി നമ്മൾ പരിചയപ്പെട്ട രീതിയാണ്. പക്ഷേ ഇനി ആ രീതിയിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് പോലെയോ പലചരക്ക് സാധനങ്ങൾ മിനിറ്റുകൾക്കകം വീട്ടിലെത്തുന്ന പോലെയോ ഇനി LPG സിലിണ്ടറും ആവശ്യാനുസരണം വീട്ടിലെത്തുന്ന സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പലർക്കും അറിയാത്ത മറ്റൊരു പ്രധാന കാര്യത്തെക്കുറിച്ച് കൂടി, അതായത് നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ മൂലം അപകടമുണ്ടായാൽ ലഭിച്ചേക്കാവുന്ന ഇൻഷുറൻസ് പരിരക്ഷ. ഇത് മിക്കവർക്കും അറിയില്ല. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം പുതിയ മാറ്റത്തെക്കുറിച്ച് പറയാം. ഇന്ത്യയിൽ ആദ്യമായി ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ LPG സിലിണ്ടർ വിതരണം ചെയ്യുന്ന സംവിധാനം ആരംഭിച്ചിരിക്കുന്നു. ഈ പദ്ധതി നടപ്പാക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ HPCL ആണ്. ക്വിക്ക് കൊമേഴ്സ് എന്താണെന്ന് അറിയാത്തവർക്കായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പരിചിതമായ സേവനമാണ് ക്വിക്ക് കൊമേഴ്സ്. ഭക്ഷണം, പാൽ, പച്ചക്കറി, മരുന്ന് തുടങ്ങി പല സാധനങ്ങളും വളരെ വേഗത്തിൽ വീട്ടിലെത്തുന്ന ഓൺലൈൻ സംവിധാനമാണത്. അതേ മാതൃകയിൽ LPG സിലിണ്ടറുകളും എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ സേവനം ഇൻസ്റ്റാമാർട്ട് പ്ലാറ്റ്ഫോം വഴിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇൻസ്റ്റാമാർട്ടിലൂടെ ഏതൊക്കെ സിലിണ്ടറുകളാണ് ലഭിക്കുക? ഇപ്പോൾ ഇൻസ്റ്റാമാർട്ട് വഴി ലഭിക്കുന്നത് 2 തരത്തിലുള്ള സിലിണ്ടറുകളാണ്. ഒന്നാമത്തേത് പുതുതായി HPCL അവതരിപ്പിച്ച 10 കിലോഗ്രാം HP നവ്യ കോമ്പോസിറ്റ് LPG സിലിണ്ടർ. രണ്ടാമത്തേത് നിലവിലുള്ള 5 കിലോഗ്രാം മെറ്റൽ LPG സിലിണ്ടർ. ഇത് ആർക്കൊക്കെയാണ് ഗുണകരമാകുക? വിദ്യാർത്ഥികൾ, ജോലി ആവശ്യത്തിനായി മറ്റൊരു നഗരത്തിൽ താമസിക്കേണ്ടി വരുന്നവർ, വാടക വീട്ടിൽ താമസിക്കുന്നവർ, താൽക്കാലികമായി താമസത്തിന് വന്നവർ തുടങ്ങിയവർക്ക് ഗാർഹിക കണക്ഷൻ എടുക്കാതെ തന്നെ ചെറിയ സിലിണ്ടർ ഉപയോഗിക്കാൻ ഈ സംവിധാനം സഹായകരമാകാം. ഇൻസ്റ്റാമാർട്ട് വഴി ഈ സിലിണ്ടറുകൾ വാങ്ങാൻ ഗാർഹിക LPG കണക്ഷൻ നിർബന്ധമല്ല എന്നതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത. എന്നാൽ ആദ്യമായി വാങ്ങുന്നവർ ആവശ്യമായി തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കണം. അതിനുശേഷമുള്ള ഓർഡറുകൾ റീഫില്ലായാണ് പരിഗണിക്കുക. സിലിണ്ടർ കാലിയായാൽ വീണ്ടും ഓർഡർ ചെയ്യാം. പുതിയ സിലിണ്ടർ വീട്ടിലെത്തുമ്പോൾ കൈവശമുള്ള കാലിയായ HPCL സിലിണ്ടർ ഡെലിവറി ജീവനക്കാർ തന്നെ തിരികെ കൊണ്ടുപോകും. പക്ഷേ ഇതിലും രസകരമായ മറ്റൊരു കാര്യമാണ് ഇനി പറയാനുള്ളത്. HP നവ്യ കോമ്പോസിറ്റ് സിലിണ്ടർ സാധാരണ സിലിണ്ടർ അല്ല. എന്താണ് ഈ സിലിണ്ടറിന്റെ പ്രത്യേകത? ഇത് പരമ്പരാഗത ഇരുമ്പ് സിലിണ്ടറിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നീ കാര്യങ്ങൾക്ക് ശേഷം എല്ലാ LPG ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട 50 ലക്ഷം വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ചും വിശദമായി നോക്കാം. ഇൻസ്റ്റാമാർട്ട് വഴി LPG സിലിണ്ടർ വിതരണം ചെയ്യുന്ന പുതിയ സംവിധാനത്തെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. എന്നാൽ ഈ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് മറ്റൊരു കാര്യമാണ്. അത് HP നവ്യ എന്ന പുതിയ കോമ്പോസിറ്റ് LPG സിലിണ്ടറാണ്. ഇതിന് സാധാരണ ഒരു ഇരുമ്പ് സിലിണ്ടറുമായി താരതമ്യം ചെയ്യുമ്പോൾ നിരവധി വ്യത്യാസങ്ങളുണ്ട്. ഫൈബർ ഗ്ലാസ്, പ്രത്യേക പോളിമർ മെറ്റീരിയൽ, പോളിമർ ലൈനർ എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പുറത്ത് സംരക്ഷണ കവചവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പരമ്പരാഗത സിലിണ്ടറുകളേക്കാൾ ഭാരം കുറവായിരിക്കും. ഭാരം കുറവായതിനാൽ പ്രായമായവർക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കുമെല്ലാം ഉയർത്താനും മാറ്റിവെക്കാനുമെല്ലാം ബുദ്ധിമുട്ടുണ്ടാവില്ല. സാധാരണ സിലിണ്ടറുകളിൽ എത്ര ഗ്യാസ് ബാക്കിയുണ്ടെന്ന് കൃത്യമായി അറിയാൻ സാധിക്കില്ല. പാചകം ചെയ്യുന്നതിനിടയിലായിരിക്കും പലപ്പോഴും ഗ്യാസ് തീരുന്നത്. HP നവ്യ സിലിണ്ടറിന്റെ പ്രത്യേകത ഇതിന്റെ ബാഹ്യ സുതാര്യമായ രൂപകൽപ്പന കാരണം അകത്തെ ഗ്യാസ് എത്രയുണ്ടെന്ന് ഏകദേശമായി പുറത്തുനിന്ന് തന്നെ കാണാൻ കഴിയുമെന്നതാണ്. ഇത് കൂടുതൽ സൗകര്യപ്രദമല്ലേ? ഇത് കേരളത്തിൽ എപ്പോൾ വരും എന്നായിരിക്കും ഇപ്പോൾ മനസ്സിൽ അല്ലേ? നിലവിൽ ഈ സേവനം പൈലറ്റ് പദ്ധതിയായി ബാംഗ്ലൂരിൽ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ എപ്പോൾ ലഭ്യമാകും എന്ന ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. പൈലറ്റ് പദ്ധതിയുടെ ഫലം വിലയിരുത്തിയ ശേഷമായിരിക്കും മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇനി എല്ലാ LPG ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യത്തെക്കുറിച്ചാണ്. വർഷങ്ങളായി LPG ഉപയോഗിക്കുന്ന പലർക്കും ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ല.
വീട്ടിൽ ഭാരത് ഗ്യാസ് ആണെങ്കിലും HP ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും അംഗീകൃത കണക്ഷൻ ആണെങ്കിൽ അതിന് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകാം. അതെ, പ്രത്യേകം ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിലും അംഗീകൃത LPG കണക്ഷനോടൊപ്പം ചില അപകട സാഹചര്യങ്ങൾ ബാധകമാകുന്ന ഒരു പബ്ലിക് ലിയബിലിറ്റി ഇൻഷുറൻസ് സംവിധാനം നിലവിലുണ്ട്. എന്നാൽ ഈ ഇൻഷുറൻസ് എല്ലാ അപകടങ്ങൾക്കും ലഭിക്കില്ല. വീട്ടിൽ ഉപയോഗിക്കുന്ന LPG സിലിണ്ടർ മൂലം ഒരു അപകടം സംഭവിച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാം. പക്ഷേ ആ പരിരക്ഷ എപ്പോൾ ലഭിക്കും, എല്ലാവർക്കും ലഭിക്കുമോ, എത്ര രൂപ വരെ ലഭിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി വിശദമായി നോക്കുന്നത്. എല്ലാ തീപിടുത്തത്തിനും ഈ ഇൻഷുറൻസ് ലഭിക്കില്ല. അപകടത്തിന്റെ പ്രാഥമിക കാരണം LPG ചോർച്ചയോ LPG സിലിണ്ടറുമായി നേരിട്ട് ബന്ധപ്പെട്ട തകരാറോ ആണെങ്കിൽ മാത്രമാണ് ഈ ഇൻഷുറൻസ് ബാധകമാകുന്നത്. ഉദാഹരണത്തിന്, ഗ്യാസ് ചോർന്ന് തീപിടിക്കുകയോ അതിന്റെ ഫലമായി അപകടമുണ്ടാകുകയോ ചെയ്താൽ ഇൻഷുറൻസ് പരിഗണിക്കപ്പെടാം. ഇനി ഇൻഷുറൻസ് ലഭിക്കാത്ത സാഹചര്യവും അറിയുക. ഉദാഹരണത്തിന്, വീട്ടിൽ മറ്റേതെങ്കിലും കാരണത്താൽ തീ പിടിച്ചു എന്ന് കരുതുക. ആ തീ പിന്നീട് സിലിണ്ടറിലേക്കും പടർന്ന് അതിനുശേഷമാണ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് എങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ അപകടത്തിന്റെ പ്രധാന കാരണം LPG അല്ല എന്നതിനാൽ ഈ പബ്ലിക് ലിയബിലിറ്റി ഇൻഷുറൻസ് ബാധകമാകാതിരിക്കാം. അതുകൊണ്ട് അപകടത്തിന്റെ കാരണം എന്താണെന്നത് അന്വേഷണത്തിൽ വളരെ പ്രധാനമാണ്. ഇനി ഈ പരിരക്ഷ എത്ര രൂപ വരെയാണ് എന്ന് നോക്കാം. അംഗീകൃത LPG കണക്ഷനുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ പോളിസിയുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി അപകടത്തിൽ ഒരാൾക്ക് മരണം സംഭവിച്ചു എങ്കിൽ പരമാവധി 10 ലക്ഷം രൂപ വരെ വ്യക്തിഗത അപകട പരിരക്ഷ ലഭിക്കാം. അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സാ ചെലവുകൾക്ക് ഒരു അപകടത്തിൽ ആകെ 30 ലക്ഷം രൂപ വരെ, എന്നാൽ ഒരാൾക്ക് പരമാവധി 4 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക. വസ്തുവകകൾക്ക് നാശനഷ്ടമുണ്ടായാൽ പരമാവധി 4 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കാം. ഈ തുകകൾ പോളിസിയുടെ നിബന്ധനകൾക്കും അന്വേഷണം തെളിയിക്കുന്ന സാഹചര്യങ്ങൾക്കും വിധേയമായിരിക്കും. 50 ലക്ഷം എന്നത് എന്താണ്? സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും 50 ലക്ഷം കിട്ടും എന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ ഒക്കെ കാണാറുണ്ട്. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. 50 ലക്ഷം എന്നത് ഒരു അപകടത്തിന് ലഭിക്കാവുന്ന പരമാവധി മൊത്തം പരിരക്ഷയുടെ പരിധിയാണ്. എല്ലാ ഉപഭോക്താവിനും നേരിട്ട് 50 ലക്ഷം കിട്ടും എന്നല്ല അതിനർത്ഥം. ആർക്കെത്ര ലഭിക്കും എന്നത് അപകടത്തിന്റെ സ്വഭാവം, ആളുകളുടെ എണ്ണം, ചികിത്സാ ചെലവ്, വസ്തുവകകളുടെ നാശനഷ്ടം, പോളിസിയുടെ വ്യവസ്ഥകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. പബ്ലിക് ലിയബിലിറ്റി ഇൻഷുറൻസ് വാണിജ്യ സിലിണ്ടറുകൾക്കും ബാധകമാണ്. അതെ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന അംഗീകൃത വാണിജ്യ LPG സിലിണ്ടറുകൾക്കും പബ്ലിക് ലിയബിലിറ്റി ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. എന്നാൽ അവയുടെ വ്യവസ്ഥകളും പരിധികളും ഗാർഹിക കണക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു അപകടം സംഭവിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ഇൻഷുറൻസ് പരിരക്ഷ എപ്പോൾ ലഭിക്കും, എപ്പോൾ ലഭിക്കില്ല, ലഭിക്കാവുന്ന പരിരക്ഷയുടെ പരിധി എന്നിവയാണ്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ആദ്യമായി ഓർക്കേണ്ടത് ഒരു കാര്യമാണ്. തീപിടുത്തമോ ഗ്യാസ് ചോർച്ചയോ ഉണ്ടായാൽ ആദ്യം സ്വന്തം സുരക്ഷയ്ക്കും കുടുംബാംഗങ്ങളുടെ സുരക്ഷയ്ക്കും മുൻഗണന നൽകുക. സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുകയും ആവശ്യമെങ്കിൽ അഗ്നിശമന സേനയുടെയോ അടിയന്തര സേവനങ്ങളുടെയോ സഹായം തേടുക. അതിനുശേഷം കഴിയുന്നത്ര വേഗത്തിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും ഗ്യാസ് വിതരണ ഏജൻസിയിലും അപകട വിവരം അറിയിക്കണം. ഇത് ഒരു ഔപചാരിക നടപടിക്രമം മാത്രമല്ല, ഇൻഷുറൻസ് ക്ലെയിം നടപടികൾ ആരംഭിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. അപകട വിവരം ലഭിച്ചാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം പരിശോധിക്കും. അപകടത്തിന്റെ കാരണം എന്തായിരുന്നു? LPG ചോർച്ചയാണോ പ്രധാന കാരണം? സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു? ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കുക. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപകടം കൃത്യമായി റിപ്പോർട്ട് ചെയ്താൽ ഇൻഷുറൻസ് നടപടികൾ ബന്ധപ്പെട്ട സംവിധാനങ്ങളിലൂടെ ആരംഭിക്കും. എന്നിരുന്നാലും ആവശ്യമായ രേഖകൾ സമയത്ത് നൽകുകയും അന്വേഷണത്തിൽ സഹകരിക്കുകയും ചെയ്യേണ്ടത് ഉപഭോക്താവിന്റെ ഉത്തരവാദിത്തമാണ്. ഏതൊക്കെ രേഖകൾ സൂക്ഷിക്കണം? പോലീസിൽ നൽകിയ പരാതിയുടെ രേഖ,
ആശുപത്രി ചികിത്സാ രേഖകൾ, ചികിത്സാ ചെലവിൻ്റെ ബില്ലുകൾ, ഡോക്ടറുടെ റിപ്പോർട്ടുകൾ, അപകടത്തിൽ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടങ്ങിയ രേഖകൾ ആവശ്യമായി വരാം. ഓരോ കേസിലും ആവശ്യമായ രേഖകൾ വ്യത്യാസപ്പെട്ടേക്കാം. അതിനാൽ ബന്ധപ്പെട്ട കമ്പനിയുടെയും ഇൻഷുറൻസ് സ്ഥാപനത്തിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിക്കുക. ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നുള്ള സിലിണ്ടറുകൾ ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ? അംഗീകൃത ഗ്യാസ് ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതത്വവും നിയമാനുസൃതവും. അംഗീകൃതമല്ലാത്ത ഉറവിടങ്ങളിൽ നിന്നോ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നോ വാങ്ങുന്ന സിലിണ്ടറുകൾക്ക് ഇത്തരം പരിരക്ഷ ലഭിക്കണമെന്നില്ല. സുരക്ഷയുടെ കാര്യത്തിലും ഇത്തരം സിലിണ്ടറുകൾ വലിയ അപകട സാധ്യത സൃഷ്ടിച്ചേക്കാം. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഗ്യാസ് ചോർച്ചയുണ്ടെന്ന് സംശയമുണ്ടായാൽ വൈദ്യുത സ്വിച്ചുകൾ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ അരുത്. തീ ഉപയോഗിക്കരുത്. വാതിലുകളും ജനലുകളും തുറന്ന് വായുസഞ്ചാരം ഉറപ്പാക്കുക. ഉടൻ ഗ്യാസ് ഏജൻസിയെയോ അടിയന്തര സേവനങ്ങളെയോ ബന്ധപ്പെടുക. അംഗീകൃത ടെക്നീഷ്യന്മാരെ ഉപയോഗിച്ച് മാത്രം അറ്റകുറ്റപ്പണികൾ നടത്തുക. ചെറിയ മുൻകരുതലുകൾ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇന്നത്തെ വീഡിയോയിൽ നാം 2 പ്രധാന കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായി ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ LPG സിലിണ്ടർ വിതരണം ചെയ്യുന്ന പുതിയ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിരിക്കുന്നു. ഇത് വിജയകരമായാൽ ഭാവിയിൽ കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. 2, അംഗീകൃത LPG കണക്ഷൻ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ചില അപകട സാഹചര്യങ്ങളിൽ ലഭിച്ചേക്കാവുന്ന പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് പ്രകാരമുള്ള പരിരക്ഷയെക്കുറിച്ച്. ഈ പരിരക്ഷയ്ക്ക് നിബന്ധനകളുണ്ട്. അപകടത്തിന്റെ സാഹചര്യം, അന്വേഷണ റിപ്പോർട്ട്, പോളിസിയുടെ വ്യവസ്ഥകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ക്ലെയിം പരിഗണിക്കുന്നത്. അതിനാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ സന്ദേശങ്ങളും വിശ്വസിക്കുന്നതിന് പകരം ആവശ്യമുള്ളപ്പോൾ ബന്ധപ്പെട്ട ഗ്യാസ് കമ്പനികളുടെയോ ഔദ്യോഗിക ഏജൻസിയുടെയോ വിവരങ്ങൾ പരിശോധിക്കുന്നതാണ് ഏറ്റവും ഉചിതം. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, കാലാനുസൃതമായി കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കാം. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക.